ഹലോ ഓൾ, നമുക്കിന്ന് ടെക്സിഡെർമി എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ടെക്സിഡെർമി എന്ന് പറഞ്ഞിട്ടുള്ള ടേം എന്താണ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടെക്സിഡെർമി എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് പ്രിസർവിങ് ലൈഫ്. നമുക്കതിനെ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് പ്രിസർവിങ് എനിമൽസ് ബോഡി എന്ന് വിളിക്കാം. ടെക്സിഡെർമി എന്നുള്ള ഒരു ടേമിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ഒരു എനിമൽസിൻ്റെ ബോഡീനെ നമ്മൾ പ്രിസർവ് ചെയ്യുന്ന ഒരു ഡ്രൈ സ്പെസിമെൻ പ്രിസർവേഷൻ ടെക്നിക്കിനെയാണ് അങ്ങനെ വിളിക്കുന്നത്. ഇത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള ടെക്സിഡെർമിയിലെ ടെക്സിസ് ആൻഡ് ഡെർമ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ടേമാണ്. ഡെർമ നമുക്കറിയാം എന്താണ്, സ്കിന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ഡെർമ എന്ന് വിളിക്കുന്നത്. ടെക്സിസ് എന്ന് ഉദ്ദേശിക്കുന്നത് അറേഞ്ച്മെൻറ്റിനെയാണ്. അപ്പോൾ ടെക്സിഡെർമി എന്ന് വിളിക്കുന്നത് ആ ഒരു സ്കിന്നിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ടെക്സിഡെർമി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് മ്യൂസിയത്തിൽ എഡ്യൂക്കേഷൻ പർപ്പസിന്, അതുപോലെ തന്നെ ഹണ്ടിങ് ട്രോഫീസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പണ്ടൊക്കെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇതിനൊന്നല്ലാതെ സ്പോർട്സ് പോലെ നമ്മൾ എനിമൽസിനെ ഹണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതിനെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് ഇന്ന സ്പെസിമെൻസിനെ ഹണ്ട് ചെയ്തു, ഇന്ന എനിമൽസിനെ ഹണ്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കാനായിട്ടുള്ള പ്രാക്ടീസിന് വേണ്ടിയിട്ടും ഈ ഒരു മെത്തേഡ് പണ്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ടെക്സിഡെർമി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് മ്യൂസിയത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും എനിമൽസിനെ, ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു എനിമൽസിനെ അവിടെ കൊണ്ട് വെക്കാതെ അല്ലെങ്കിൽ പ്രിസർവ് ചെയ്ത് വെക്കാതെ നമുക്കത് പറ്റില്ല. ഇപ്പോൾ എനിമൽസിനെ നമ്മൾ അതേപോലെ പ്രിസർവ് ചെയ്ത് നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്കിന്നിനെ പ്രിസർവ് ചെയ്ത് അതിനുള്ളിൽ വേറെ കാര്യങ്ങളൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു എനിമൽ മോഡൽ പോലെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മൾ ചില മ്യൂസിയത്തിൽ പോകുമ്പോൾ വലിയ വലിയ മോഡൽസ് നമുക്ക് കാണാൻ പറ്റും. തിമിംഗലത്തിൻ്റെ വലിയൊരു സ്പെസിമെൻ പോലെ കാണാൻ പറ്റും. അപ്പോൾ അത് ഓൾറെഡി തിമിംഗലത്തിൻ്റെ സ്കിന്നുണ്ടായിരിക്കും, ഉള്ളിൽ വേറെ സ്റ്റഫായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വലിയൊരു എലഫൻറ്റിൻ്റെ ഒരു മോഡൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സ്പെസിമെൻ്റെ സ്കിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ഉള്ളിൽ എന്താണ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള കോട്ടനോ അങ്ങനെ എന്തെങ്കിലും സ്റ്റഫ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്കിനെയാണ് നമ്മൾ ഡ്രൈ സ്പെസിമെൻ പോലെ നമ്മളതിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ടെക്സിഡെർമി എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള സ്പെസിമെൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഓരോന്നിൻ്റെ ഹെഡൊക്കെ നമ്മൾ അതിൻ്റെ സ്കിൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഉള്ളിൽ പകരം വേറെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഏകദേശം അതിൻ്റെ രൂപം ഭാവമൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അവരുടെ മൊത്തം സ്പെസിമെനെ നമുക്ക് ഒരു ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് എത്രത്തോളം ഉണ്ടായിരിക്കും അതിൻ്റെ സൈസ് എന്നൊക്കെ മനസ്സിലാക്കാനും ആ ഒരു സ്പെസിമെനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനും എഡ്യൂക്കേഷൻ പർപ്പസിനും നമുക്ക് ഈ ഒരു ടെക്സിഡെർമി ടെക്നോളജീസ് യൂസ് ചെയ്യാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈജിപ്ഷ്യൻ മെമ്മിഫിക്കേഷൻ്റെ സമയത്ത് ഈ ഒരു പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 18th 19th സെഞ്ച്വറീസിലൊക്കെ ഇത് വളരെ പോപ്പുലർ ആയിരുന്നു. പിന്നീട് ഇപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി അത് എഡ്യൂക്കേഷണൽ പർപ്പസിന്, മ്യൂസിയം പർപ്പസിനൊക്കെ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നത്. മോഡേൺ ടെക്സിഡെർമി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 19th സെഞ്ച്വറിക്ക് ശേഷം കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ടെക്സിഡെർമി തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ടെക്സിഡെർമീസ് നമ്മൾ പറയുന്നു. ട്രഡീഷണൽ ടെക്സിഡെർമി, ഫ്രീസ് ഡ്രൈ ടെക്സിഡെർമി, റിക്രിയേഷണൽ ടെക്സിഡെർമി, സയൻറ്റിഫിക് ടെക്സിഡെർമി. അപ്പോൾ അതിൽ ട്രഡീഷണൽ ടെക്സിഡെർമി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നു, സ്കിന്ന് യൂസ് ചെയ്ത് ഉള്ളിൽ സ്റ്റഫ് ചെയ്യുന്നു. അത്രയും നമ്മൾ മെത്തേഡ് സാധാരണ യൂസ് ചെയ്യുന്ന മെത്തേഡ് പോലെ സ്കിന്നിനെ പുറത്തേക്ക് എടുത്ത ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് സ്കിന്ന് വെച്ചിട്ട് സ്കിന്നിനെ അറേഞ്ച് ചെയ്ത് ബാക്കി സ്റ്റഫ് ചെയ്ത് വെക്കുന്നതിനെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ടേംസിൽ നമ്മൾ ടെക്സിഡെർമി എന്ന് വിളിക്കുന്നത്. ഫ്രീസ് ഡ്രൈയിങ് ടെക്സിഡെർമി എന്ന് ഉദ്ദേശിക്കുന്നത് അതിന് നമുക്കതിൻ്റെ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ അതിന് പ്രിസർവേഷൻ അത്രയും പ്രോപ്പറായിട്ട് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ ഡീഹൈഡ്രേഷൻ ചെയ്തുകൊണ്ട് പ്രിസർവേഷൻ നടത്തുന്നു. എനിമൽ മോഡലിനെ നമ്മൾ ഡീഹൈഡ്രേഷൻ ചെയ്ത് ഫ്രീസ് ചെയ്ത് ഡ്രൈ ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്നതിനെയാണ് ഫ്രീസ് ഡ്രൈയിങ് ടെക്സിഡെർമി എന്ന് വിളിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്ന വേറൊരു ഒരു ടേമാണ് റിക്രിയേഷണൽ ടെക്സിഡെർമി. റിക്രിയേഷണൽ ടെക്സിഡെർമി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാന്ന് വെച്ചാൽ നമുക്കൊരു പാരറ്റിൻ്റെ ഒരു എനിമൽ മോഡൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ ഒരു ടെക്സിഡെർമി പാറ്റേൺസ് പോലെ പ്രിസർവ് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് പാരറ്റിൻ്റെ കണ്ണ് അതേപോലെ നമുക്ക് കൊണ്ടുവന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യലി കണ്ണ് പോലെ നമ്മൾ ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്ത് കണ്ണ് പോലെ തോന്നിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മൾ അങ്ങനെ ഒന്ന് റീക്രിയേഷൻ നടത്തും. ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽസ് നമ്മളവിടെ യൂസ് ചെയ്യും, ഒറിജിനൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമല്ല അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് റീക്രിയേഷണൽ ടെക്സിഡെർമി എന്ന് വിളിക്കുന്നത്. പിന്നെ വിളിക്കുന്നതാണ് സയൻറ്റിഫിക് ടെക്സിഡെർമി. അവിടെ നമ്മൾ കുറച്ചുകൂടി മ്യൂസിയത്തിലെ റിസർച്ച് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടെക്സിഡെർമിക് മെത്തേഡ്സിനെയാണ് നമ്മൾ സയൻറ്റിഫിക് ടെക്സിഡെർമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ടെക്സിഡെർമിനെ പറ്റി പഠിക്കാനുള്ളത്. ഈ ടെക്സിഡെർമി ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസും ടൂൾസും ആവശ്യമാണ്. അപ്പോൾ അതിന് ആദ്യത്തെ കാര്യം പറയുന്നത് സ്കിന്നിങ് നൈഫുകൾ, നമുക്കതിന് ആവശ്യമായിട്ടുള്ള കത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം, സ്കാൽപ്സ് വേണം,
അതുപോലെ തന്നെ സിസേഴ്സ് വേണം, സ്കാൽപ്പൽസ്, സ്പിസേഴ്സ്, നൈഫ്സ് ഒക്കെ നമുക്ക് വേണം. അതുപോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് ഇപ്പോൾ സ്കിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിനെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ആവശ്യമാണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ് ആണ് ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ ഫോർമാലിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൊറാക്സ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിസർവേഷൻ നടത്തും. പിന്നെ സ്റ്റഫിങ് മെറ്റീരിയൽസ് വേണം. ഇപ്പോൾ സ്കിന്നെടുത്ത് സ്കിന്നിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനായിട്ട് നമ്മൾ വുഡ് വൂളോ കോട്ടനോ അങ്ങനെയുള്ള സ്റ്റഫിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്യും. പിന്നെ ആർട്ടിഫിഷ്യൽ കമ്പോണൻസ് ആയിട്ടുള്ള ഗ്ലാസ് ഐസ് പോലെയുള്ള ആർട്ടിഫിഷ്യൽ കമ്പോണൻസും നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടെക്സിഡെർമിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും ടൂൾസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്സ് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും സ്കിന്നിങ് ആയിരിക്കും. ഒരു അനിമലിനെ എടുക്കുന്നു, അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യുന്നു. കെയർഫുള്ളി നമ്മൾ സ്കിന്നിന് ഡാമേജ് വരാതെ കെയർഫുള്ളി സ്കിന്നിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് സ്കിന്നിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ റിമൂവ് ചെയ്ത സ്കിന്നിനെ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? പ്രിസർവേഷൻ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാൽഡിഹൈഡോ ബൊറാക്സോ പോലുള്ള കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളതിനെ ഡീകമ്പോസിഷൻ നടത്താതെ അതിൽ പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരാതെ നമ്മളതിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നു. പ്രിസർവേഷൻ ടെക്നിക്കാണ് രണ്ടാമത് പറയുന്നത്. ടെക്സിഡെർമിയിലെ മൂന്നാമത്തെ മെത്തേഡാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പാണ് അതിനെ മൗണ്ടിങ് അല്ലെങ്കിൽ മോൾഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു പ്രിസർവ്ഡ് ആയിട്ടുള്ളതിനെ ഒരു സ്ട്രക്ചറിലേക്ക് മാറ്റണം. സ്കിന്ന് ഇപ്പം നമുക്ക് കിട്ടി, ആ സ്കിന്നിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് സ്കിന്നിനെ പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മോൾഡിങ് ആൻഡ് മൗണ്ടിങ്ങിൽ വരുന്നത്. പിന്നെ പറയുന്നതാണ് ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഡീറ്റെയിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് ഐസ് വെക്കാം, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബോർഡറൊക്കെ വരച്ചു കൊടുക്കുക, പെയിൻറ്റിങ് വെച്ച് അട്രാക്റ്റീവ് ആക്കുക, അങ്ങനെയുള്ളതൊക്കെയാണ് ഡീറ്റെയിലിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഫൈനലായിട്ട് നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യാം. ഇങ്ങനെ മൗണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഫൈനൽ പ്രസൻറ്റേഷനും നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെവിടെ വെക്കുന്നു, അതിനെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, ലേബൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫൈനൽ പ്രസൻറ്റേഷനും നമ്മളതിൽ ശ്രദ്ധിക്കണം. അപ്പോൾ സ്കിന്നിങ്, പ്രിസർവേഷൻ, മോൾഡിങ് ഓർ മൗണ്ടിങ്, ഡീറ്റെയിലിംഗ്, ഫൈനൽ പ്രിസർവേഷൻ, ഇതൊക്കെയാണ് ടെക്സിഡെർമിയിൽ 5 സ്റ്റെപ്പുകൾ പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡ്രൈ സ്പെസിമെൻ കളക്ഷൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ടെക്സിഡെർമിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന. നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ സ്പെസിമെൻ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പുതിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മൾ ഓരോ റീജിയനിൽ ഇവിടുത്തെ ഫ്ലഷൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് സ്കിന്നിനെ എടുത്ത് അതിലേക്ക് സ്റ്റഫിങ് ചെയ്യുന്നു. ഇതൊക്കെ ടെക്സിഡെർമിയുടെ വേറെ മെത്തേഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി ടെക്സിഡെർമിയുടെ അപ്ലിക്കേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? സയൻറ്റിഫിക് ആൻഡ് എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മ്യൂസിയത്തിൽ, റിസർച്ചിന്, സുവോളജിക്കൽ സ്റ്റഡീസിനൊക്കെ നമുക്ക് ടെക്സിഡെർമി ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്പോർട്സ് ഹണ്ടിങ് പോലെ കിട്ടുന്ന എനിമൽസിൻ്റെ ഹെഡ്സ്, ബോഡിയൊക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അതൊക്കെ പണ്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആയിരുന്നു. പെറ്റ് പ്രിസർവേഷന് വേണ്ടിയിട്ട് ചില ഓണേഴ്സിന് അവരുടെ പെറ്റിനെ പ്രിസർവ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പെറ്റ് പ്രിസർവേഷന് വേണ്ടിയിട്ട് ടെക്സിഡെർമി യൂസ് ചെയ്യാറുണ്ട്. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള യൂസുകളാണ് നമ്മളിപ്പോൾ എക്സിബിഷൻസിൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളിലൊക്കെ ടെക്സിഡെർമി മെത്തേഡ്സുകൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തിക്കൽ കൺസിഡറേഷൻസ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു എനിമൽസിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് കൺസർവേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്, അല്ലാതെ അതിനെ നമ്മൾ എത്തിക്കലി നമുക്ക് ആ ഒരു എനിമൽസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ആ ഒരു എനിമൽ റൈറ്റിനത് എതിരാണോ എന്നുള്ളതിൻ്റെ കുറേ ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണത്. അപ്പോൾ എത്തിക്കലായിട്ടുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ സ്പെസിമെൻസിനെ കളക്ട് ചെയ്യണം. കാരണം നാച്ചുറൽ ഡെത്ത് അല്ലെങ്കിൽ റോഡ് കിൽഡൊക്കെ ആയിട്ടുള്ള സ്പെസിമെൻസിനെ മാത്രമാണ് നമ്മൾ ടെക്സിഡെർമിക്ക് കളക്ഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു എനിമലിനെ നമ്മൾ കില്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്തിക്കൽ പ്രാക്ടീസിനെതിരാണ്. അതുപോലെ തന്നെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പാടില്ല. വളരെയധികം എൻഡേഞ്ചേർഡ് ആയിട്ട് വംശനാശ ഭീഷണി നേരിടുന്ന ചെറിയ കുറച്ച് നമ്പർ ഓഫ് സ്പീഷീസ് മാത്രം ഉള്ളതിനെ സ്പെസിമെൻ പോലെ നമ്മൾ എടുത്ത് അതിനെ നമ്മൾ കില്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എത്തിക്കലി നല്ലൊരു കാര്യമല്ല. കൺസർവേഷൻ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ടെക്സിഡെർമിയുടെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. പിന്നെ മോഡേൺ ആയിട്ട് നമ്മൾ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് സിന്തറ്റിക് മെറ്റീരിയൽസ്, ഡിജിറ്റൽ മോഡലിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ടെക്സിഡെർമി പാറ്റേൺസ് കാണാനായിട്ട് പറ്റും. 3D പ്രിൻറ്റിങ്, അതുപോലെ തന്നെ റിസ്റ്റോറേഷൻ ഡിസ്പ്ലേ ഒക്കെ നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. എൻവയോൺമെൻറ്റൽ കൺസേൺസും എത്തിക്കൽ സോഴ്സിംഗ് ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ടെക്സിഡെർമി പാറ്റേൺസ് ചെയ്യണം. ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഇൻ ടെക്സിഡെർമി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെക്നോളജിക്കൽ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതായത്
ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ യൂസേജ് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ എത്തിക്കലി എങ്ങനെ നമുക്കിത് നടത്താനായിട്ട് പറ്റും എന്നുള്ളത് നമുക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റും. പിന്നെ അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സയൻറ്റിഫിക്കലി അറിയാവുന്ന ആളുകളോട് ചോദിച്ചുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. കൺസർവേഷണലിസ്റ്റുകൾ അതുപോലെ തന്നെ ടെക്സിഡെർമിസ്റ്റുകൾക്കൊക്കെ ഇവർ സയൻറ്റിഫിക്കലി ഇതിനെപ്പറ്റി അറിവുള്ളവരായതുകൊണ്ട് തന്നെ കൊളാബറേഷനിൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പറയുന്നത് ഡിജിറ്റലായിട്ടുള്ള ടെക്സിഡെർമി, വിർച്വൽ മ്യൂസിയംസ്, ലേണിംഗ് മെത്തേഡ്സ് ഒക്കെ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതൊക്കെയാണ് നമ്മൾ ഫ്യൂച്ചറായിട്ടുള്ള ടെക്സിഡെർമിയുടെ പ്രോസ്പെക്ട്സിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ടെക്സിഡെർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, മെയിനായിട്ട് സ്കിന്നിൻ്റെ അറേഞ്ച്മെൻറ്റിനാണ് വിളിക്കുന്നത്. മെയിനായിട്ട് സയൻസിലും എഡ്യൂക്കേഷനിലും ആർട്ടിലൊക്കെ നമുക്ക് ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എത്തിക്കലായിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസ് നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്കിതിനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലെ മെത്തേഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ, എഡ്യൂക്കേഷൻ പർപ്പസിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എത്തിക്കൽ കൺസേൺസ് കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോപ്പർ വേയിലാണ് നമ്മൾ ടെക്സിഡെർമി കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെക്സിഡെർമി എന്താണെന്നുള്ളതിൽ നോക്കാനായിട്ടുള്ളത്. താങ്ക് യു.